18 മീറ്റർ ആഴത്തിലേക്കാണ് ഈ വെള്ളം വീഴുന്നത്. ഇത് നിങ്ങൾക്ക് വേൾഡിൽ ശ്രീലങ്കയിലല്ലാണ്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടേയില്ല. ഒരു ഭാഗം എത്തിയിട്ടുണ്ട് നമ്മൾ അതിന്റെ തൊട്ടടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം വീഴുന്നതിലൊക്കെ ഒരു മനുഷ്യൻ കുടുങ്ങിയാൽ അവന്റെ തലയുണ്ടാവില്ല, എല്ലാം ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല. ഇത് കൊളംബോ സിറ്റിയിൽ നമ്മളെ ഫ്രണ്ട് ദിനേശ് ഭായിൻ്റെ വണ്ടി അറിയാലോ, നമ്മളെ ചായപ്പൊടി എക്സ്പോർട്ടർ. പുള്ളീൻ്റെ വീടാണ്, പുള്ളീൻ്റെ അടുത്തൊരു വണ്ടിയാണ്, പോർച്ചാണ്. അപ്പം ഇന്ന് നമ്മൾ ഒരു യാത്ര പുറപ്പെടുകയാണ്. അപ്പം അതിനുവേണ്ടി കാൻഡി, അതേപോലെ ആദംസ് പീക്ക്, ആ ഭാഗത്തേക്കൊക്കെ ആയിട്ട് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നതാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീലങ്കയിലെ ഒരു പ്രധാനപ്പെട്ട വാട്ടർഫാൾസ്, രത്നപുര ഡിസ്ട്രിക്റ്റിൽ ഭൂപത് വാട്ടർഫാൾസാണ്. അത് കാണാമെന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂപത് മിനർ റിസോർട്ടിലേക്കാണ്, അതിന് തൊട്ടടുത്തുള്ള റിസോർട്ടാട്ടോ, അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ എന്തായാലും നേരെ പോകുന്നത്. അവിടെ എത്തിയതിന് ശേഷം വാട്ടർഫാൾസിൻ്റെ അടുത്ത് പോകാനുള്ള അനുമതി വാങ്ങണം. ചിലപ്പോൾ നാളെ മോർണിംഗിലായിരിക്കും അവിടേക്ക് പോകാനുള്ള അനുമതി കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ ഭൂപത് മിനാർ റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് വാട്ടർഫാൾസിൻ്റെ അടുത്തേക്കുള്ള അനുമതി കിട്ടിയിട്ടില്ല. അവിടേക്ക് പോകുന്ന വഴികളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോയി നോക്കുന്നത് കേട്ടോ. ഈ സ്ഥലം അത് ഒന്ന് കറങ്ങിക്കാണുക, കൂടാതെ ഈ റിസോർട്ട് ഒന്ന് ചുറ്റി കാണാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂപതി വാട്ടർഫാൾസിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഭൂപതി വാട്ടർഫാൾസ് ഇവിടുത്തെ വലിയൊരു വാട്ടർഫാൾസാണ്. ഇതിൻ്റെ അടുത്താണ് നമ്മളെ ഹോട്ടൽ നിൽക്കുന്നത്. ഹായ്, ഇത് കുളിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. ഇതൊരു കറക്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതാണ് നമ്മളെ വാട്ടർഫാൾസ്. ഇവിടെ ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകൾ രണ്ടാളും ഇവിടെ രണ്ടാളും നിന്നുണ്ട്. അതിൻ്റെ മുകളിൽ പോകാൻ പറ്റും, അതിൻ്റെ മുകളിലും പോകാൻ പറ്റും. ഭൂപതി ഫാൾസിന് തൊട്ടടുത്താണ് നമ്മൾ പറഞ്ഞ റിസോർട്ട്, ഹോട്ടലിൻ്റെ കാർ പാർക്ക്, നമ്മളെ റിസോർട്ടിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ ഭൂപതിയിലെ നമ്മളെ റിസോർട്ടിൽ, മിനാർ റിസോർട്ട്, അതിൽ ബാക്ക് സൈഡിൽ ഫ്രൂട്ട്സിൻ്റെ സ്ഥലം, റിസോർട്ടിൻ്റെ വ്യൂകളാണ്. ഇത് മുമ്പ് ഒരു ഹാൾ ഇവിടെ ഉണ്ടായിരുന്നു, അത് കോവിഡിന് ശേഷം അത് നിന്നുപോയി. അങ്ങനെ നമ്മൾ ഭൂപത്തിൽ വാട്ടർഫാൾസ് അവിടെയാണ് ഉള്ളത്, അങ്ങോട്ട് പോവുകയാണ്. വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ ദിനേശ്, അക്കലങ്ക ഒക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് വാട്ടർഫാൾസാണ്. ടൂറിസ്റ്റ് നല്ലോണം വരുന്നതാണ്, പ്രത്യേകിച്ച് ലോക്കൽസ്. ഇവിടുത്തെ ശ്രീലങ്കൻ ആൾക്കാർ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നതാണ് ഇവിടെ. ഇതാണ് നമ്മൾ ഹോട്ടൽ. അപ്പോൾ രാവിലെ തന്നെ കുറേ ആൾക്കാർ കാണാൻ വരുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ ഇവിടുത്തെ ലോക്കലിലുള്ള ആൾക്കാരാണ്, ടൂറിസ്റ്റുകളാണ്. നമ്മളതിൻ്റെ ഗേറ്റിലെത്തിയിട്ട് അവരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഗ്രൂപ്പായിട്ട് ഫാമിലിയൊക്കെ വന്നിട്ട് ഇത് ചെയ്യുന്ന സ്ഥലമാണ്, എൻ്റർടൈൻ ചെയ്യുന്ന സ്ഥലമാണ്. ഫാമിലി ഒന്നിച്ചിട്ടൊക്കെ വന്നിട്ട് അങ്ങനൊരു ഫാമിലിയാണ് അത് വന്നത്. അതല്ലാതെ കുറേ ഗസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് ഇതേപോലെ. അപ്പം നമ്മൾ ഓൾറെഡി അവിടെയാണ് ഉള്ളത്. വാട്ടർഫോൾസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടോ? വാട്ടർഫോൾസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടേക്ക് പോവുകയാണ്. നമ്മളിനി ഫസ്റ്റിൽ റിവർ ക്രോസ് ചെയ്യണം. ഇതിന് നമ്മൾ വെള്ളത്തിലൂടെ വേണം ക്രോസ് ചെയ്യണമെങ്കിൽ. ഈ വെള്ളത്തിലൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്. അപ്പം ഞാനെൻ്റെ ഷൂ അയച്ച് കയ്യിൽ വെക്കുകയാണ്. ഇത് മുള കൊണ്ടാണെന്ന് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു, വലിയ മുള. അപ്പം ഞാനും ഇറങ്ങാൻ പോവാണ്. ഈ വെള്ളത്തിൽ ഇതാണ് വെള്ളം, ഈ വെള്ളമാണ് ക്രോസ് ചെയ്യാനുള്ളത്. ഓൾറെഡി അവർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്.
ഈ വെള്ളത്തിൻ്റെ ഇത് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മലകളിലൂടെയാണ് ഫുള്ള്. ഓക്കെ, മല, കാട്, അങ്ങനത്തെ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പിന്നെ ക്രോസ് ചെയ്യുക. നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാം നിങ്ങൾക്ക് ഭൂപത്തിൽ നമ്മൾ കാട്ടുകൂടെ കടന്നു പോകും. വെള്ളത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ശ്രീലങ്കയിൽ ഭൂപത്തൽ വാട്ടർഫാൾസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇതുപോലുള്ള യാത്രകളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ ശ്രീലങ്കയിൽ വന്നു. ശ്രീലങ്കയിൽ നമ്മുടെ നാട്ടിലില്ലാത്തതല്ല, പക്ഷെ അത് തന്നെ ആയിരിക്കില്ലല്ലോ ഇവിടെ ഉള്ളത്. ഇവിടെ വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ ഈ യാത്ര സെലക്ട് ചെയ്തത്. ഒരു ഭാഗം എത്തിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിൽ വരെ പോകും. പറ്റുമെങ്കിൽ അവിടെ നിന്നിട്ട് വീഡിയോ കാണിക്കാം നമുക്ക്. ഈ ഒരു വഴിയേ ഉള്ളൂ അവിടെ വേണം. അപ്പം അതൊരു റിസ്കി ആയ ചെറിയ വഴിയിലൂടെ ഇതാണ് നമ്മളെ താഴെ നിന്നുള്ള ഇതിൻ്റെ തൊട്ടടുത്തുള്ളത്. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് വേണം ബാക്കിയുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ ചെയ്യാം. ഇതിലൂടെ പോവാണ് ഒരു സ്പെഷ്യൽ സാധനം. ഇതിൻ്റെ പേര് ഞാൻ പിന്നെ നോക്കി പറഞ്ഞുതരാം. ഈ സെക്ഷൻ ചേരട്ട, നമ്മളെ വലിയ ചേരട്ട. വളരെ റിസ്കിയായ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നത്. വളരെ സിമ്പിളൊന്നല്ല, പക്ഷെ നമ്മളെന്തായാലും അവിടെ എത്തും. അവിടുത്തെ വീഡിയോസ് കാണിക്കും. ഓക്കെ ഗൈസ്, കൂടെ നിൽക്കുക. ഒരു ഭാഗം എത്തിയിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ എത്തി. ഗൈസ്, നമ്മൾ അതിൻ്റെ തൊട്ടടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് കയറാനുള്ള വഴികളുടെ ബുദ്ധിമുട്ട് നോക്കുകയാണ്. സ്ലിപ്പ് വെള്ളത്തിൽ ചവിട്ടരുതെന്നാണ് പറഞ്ഞു തന്നത്. നമുക്കറിയാലോ. ഇതിൻ്റെ സോഴ്സ്, വാട്ടറിൻ്റെ ഫോഴ്സാണ് പറയുന്നത്. ഇത് സാധാരണ ഫോഴ്സല്ല ഇത് വന്നിരിക്കുന്നത്. ഇതിലൊക്കെ ഈ വെള്ളം വീഴുന്നതിലൊക്കെ ഒരു മനുഷ്യൻ കുടുങ്ങിയാൽ അവൻ്റെ തലയുണ്ടാവില്ല, എല്ലും ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല. അത്ര സ്ട്രോങ്ങിലാണ് ഈ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. 10 മീറ്റർ ആഴത്തിലേക്കാണ് ഈ വെള്ളം വീഴുന്നത്. അവിടെ 10 മീറ്റർ കാണുന്നുണ്ടല്ലോ, 10 മീറ്റർ ആഴാണ്. താഴത്തിലേക്കാണ് ഈ വെള്ളം വീഴുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് നമ്മളിൽ എവിടെയെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ ബോഡി അടക്കം നോക്കണ്ട. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് വെള്ളം വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ആ കോർണർ കൂടെ വന്ന് അടിച്ച് ഒരു സെക്ഷൻ വീണ് അതിൻ്റെ അവസാനത്തെ 10 മീറ്റർ താഴ്ചയുണ്ടെന്നാണ് പറയുന്നത് ഈ ഭാഗത്ത്. ഗൈസ്, ഇവിടെ സ്ലിപ്പാവുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. അവിടെ നിന്ന് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അവിടെ, നമ്മളിപ്പോൾ വന്ന റൂമിൻ്റെ അവിടേക്കുള്ള വ്യൂ ആണ്. അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഇതിനെക്കാളും വ്യൂ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് അടുത്തന്നെ എത്തി. ഇതൊക്കെ കണ്ടു. ഓക്കെ, ഇനി ഇതിനെ പറ്റിയിട്ടുള്ള കുറേ ഹിസ്റ്ററികളുണ്ട്. അത് ഞാൻ ഡിസ്കഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക. ഓരോ രാജ്യങ്ങളിൽ ഇതേപോലെ റെയറായിട്ട് നമ്മൾ കാണേണ്ട
നമ്മളെ നാട്ടിലുണ്ടാവും, പക്ഷേ ചില ഡിഫറൻറ്റുകൾ ഇപ്പോൾ ഇത്രയും ഡീപ്പായിട്ട് വീഴുന്ന സ്ഥലം നമ്മളെ നാട്ടിലില്ല എന്നാണ് പറയുന്നത്. വേൾഡിൽ തന്നെ വളരെ കുറഞ്ഞ സ്ഥലങ്ങളേ ഉള്ളൂ. അതിൽപ്പെട്ടാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാണ് ഇവർ പറയുന്നത് ഗായ്സ്. അപ്പോൾ ഞാൻ നോക്കി മെല്ലെ നടക്കട്ടെ. ഓക്കെ ഗായ്സ്. ഇതുപോലത്തെ ഇടുങ്ങിയ വഴികളിലൂടെ ദുർഘട യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാഹസികത ഒരു യാത്രയിൽ നമ്മളെ ഭയങ്കര സന്തോഷവാനാക്കും. പക്ഷേ കാര്യമൊന്നും നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട വിഷയം. അപകടം എപ്പോഴും നമ്മളെ മുന്നിൽ കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ സാഹസികത ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് വളരെയധികം കെയർഫുൾ ആവുക. അത് വിചാരിച്ച് സാഹസികത ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. അതാണ് മൈ പോളിസി ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. കുളിക്കുന്ന ഭാഗത്തേക്ക് അവരൊക്കെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ക്യാമറ എടുക്കുക, ഇതുകൊണ്ട് കുളിക്കുന്നില്ല. ഈ ഭാഗത്ത് ആണ് ആൾക്കാർക്ക് കുളിക്കാനുള്ള സ്ഥലം. ഇവര് ആദ്യമായിട്ടാണ് ഇവരും കാണുന്നത്. അപ്പോൾ ഇവർക്ക് അറിയാം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അക്കലങ്ക അതാ നീന്തി കളിക്കുക. അപ്പോൾ ഗൈസ് ഇതാണ് അപ്പോൾ കുളിക്കുന്ന ഏരിയ. കുളിച്ച് റെഡിയായി കഴിഞ്ഞിട്ട് ഇനി വീണ്ടും കാണാം. ഇവിടെ നമ്മൾ വന്ന വഴികളല്ലാതെ ഇങ്ങനെ ഒരു അഡ്വഞ്ചറായിട്ട് ഒരു യാത്ര ഇതിലേക്ക് ചെയ്യാൻ പറ്റും, ഈ ഫോൾസിലേക്ക്. അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫാമിലിയാണ്, അവർ കൈകോർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയും ഇവിടെ ഈ ഫോൾസിലേക്ക്, വാട്ടർഫോൾസിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടി. നമ്മൾ മറ്റൊരു വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവന് ഫുള്ള് വേസ്റ്റ്. ഇവിടെ ആൾക്കാർ ഇടുന്ന വേസ്റ്റുകൾ മൊത്തം അവൻ കളയാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ് റൂമിലേക്ക്. ഇവിടെ നമുക്ക് നമ്മളെ ഈ ഇതിലൂടെയും നടക്കാം, അല്ലാതെയും കടക്കാം. അതൊരു ടൂറിസത്തിന്റെ ഭാഗമാണ്. നമ്മൾ നടന്നു പോവുകയാണ് വെള്ളത്തിൽ കൂടി. ചെറിയ വെള്ളത്തിൻ്റെ തുള്ളു. പക്ഷെ നിങ്ങൾ അവിടുത്തെ ആൾക്കാരെ കണ്ടോ? അവിടെ പ്രോഗ്രാം നടക്കുന്നത് കണ്ടോ? അതാണ് ഇവിടെ. ഇവിടെ ഇതിലൂടെയും നടന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു ഫാമിലി കയറിയ ഇതിലൂടെ നടന്നിട്ട് നമുക്ക് വാട്ടർഫോൾസിലെത്തും. ഇത് വലിയൊരു മുളയിലാണ് ഇവരുണ്ടാക്കിയത്. കണ്ടില്ലേ? നമ്മുടെ നാട്ടിലുണ്ട്. ഇതിലൂടെ നമ്മൾ അക്കരയ്ക്ക് കിടക്കുകയാണ്. ഇതിവിടെ ഒരാളുടെ ജോലിയാണ് കേട്ടോ, ഒരാളെ ജോലിയാ. ടൂറിസത്തിന്റെ പ്രത്യേകത അതാ. ഇതിപ്പോ അവിടെ നമ്മൾ പോയ വഴി അല്ലാത്തൊരു വഴി കണ്ടോ? എത്ര ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ടെന്നറിയോ? അതേപോലെയാണ് ഈ ടൂറിസത്തിന്റെ പ്രത്യേകത. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും എങ്ങനെ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നുള്ളത്, അത് നാച്ചുറലായിട്ട് ഉപയോഗപ്പെടുത്താൻ വരും. ഒരുപാട് ലോക്കൽ ഫാമിലീസ് ഇവിടെ വന്നിട്ട് ഇതേമാതിരി അവരെ ഫാമിലി ഗെറ്റ് ടുഗദർ നടത്തുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേൾഡിൽ ശ്രീലങ്കയിലല്ലാണ്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടേയില്ല. ഇത് ശ്രീലങ്ക മാത്രമേ ഈ എക്സ്പീരിയൻസ് കിട്ടൂ. ഹായ്, ഇവരുടെ കൂടെ വന്ന ദിനേശും ഫ്രണ്ടും തന്നെ പ്രത്യേകമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുക. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല.
ഇത് മുളയാണ്, പക്ഷെ നമ്മളവിടെ മരമാണ് ഉണ്ടാവാറ്. ഈ ഫോൾസിൻ്റെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ മറ്റേ നമ്മളെ റഷ്യക്കാർ ഇഷ്ടം പോലെ വരാറുണ്ട്. ഇവിടുത്തെ ടോട്ടല് കാടിൻ്റെ സിസ്റ്റം മനസ്സിലായല്ലോ. ഇത് ശരിക്കും ഒരു കാടിൻ്റെ അകത്ത് തന്നെയാണ്. ഇപ്പോൾ അവിടെ പോയിട്ട് ബാക്ക് അടിക്കാം. അവിടെ ലോക്കലിലെ ഫാമിലീൻ്റെ വലിയൊരു ഫാമിലീൻ്റെ ഗെറ്റ് ടുഗദർ നടക്കുന്നുണ്ട് കേട്ടോ. ഈ നാച്ചുറൽ ഒരു സിസ്റ്റത്തിന് നിങ്ങൾ എങ്ങനെ കാണുന്നുണ്ടെന്ന് പറയണം. നമ്മളെ വാട്ടർഫാൾസ് അതും കാണാം. നമുക്ക് അതിലൂടെ വരുന്ന വെള്ളത്തിൽ നിന്നും തൊട്ട താഴത്തുണ്ട്. എത്ര സ്ഥലം നമ്മളെ കേരളത്തിലും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും പബ്ലിക്കാണ്, പക്ഷെ ഈ പബ്ലിക്കൊക്കെ കുറവാട്ടോ ശരിക്കും. ഇവിടെ ഒരു ഭാഗമുണ്ട് കാടിൻ്റെ. അതിനില്ല നിങ്ങൾ ഓരോ കാഴ്ച. ഈ മലഞ്ചെരുവില് ഇങ്ങനൊരു ചാൻസാണ് നമുക്ക് കിട്ടിയത്. വാട്ടർഫോൾസ് ഒരു സ്ഥലത്തുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതിൻ്റെ തൊട്ട താഴെയാണ്. സത്യത്തിൽ നമ്മളടുത്ത് ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ, പക്ഷേ ഇതൊന്നും ഈ രീതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് ടൂറിസമായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ വളരെ സിമ്പിളായിട്ട് കഴിയുന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുക. കുട്ടികളൊക്കെ കണ്ടില്ലേ നീന്തുന്നതും കളിക്കുന്നതൊക്കെ. ഇവിടെ നീന്തൽ പഠിപ്പിക്കാൻ തോന്നുന്നു കുട്ടികളൊക്കെ. ഹായ് 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 ഹലോ. ഹായ് ഹായ്. വയസ്സായ ആൾക്കാർ പോലും, ഇവർക്ക് പോലും നമ്മളെ ക്യാമറ കണ്ടിട്ട് നിന്നതാണ്. ഇവർക്ക് പോലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ നാച്ചുറൽ വാട്ടറിൻ്റെ കാര്യങ്ങൾ. ഇത് നമ്മളെ കൈത എന്താ പഴയ കൈത, എൻ്റെ കാട്ടു കൈത. വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും. ശരിക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. But natural tourist place. Hi. നമ്മളെ തൊഴിലിന് ആശാനാട്ടോ, തൊഴിലിന് ആശാൻ കണ്ടോ നമ്മളെ കറക്കടുപ്പിക്കപ്പോൾ എല്ലാം കഴിഞ്ഞതാ. വാട്ടർഫോൾസിൻ്റെ ഇത് കണ്ടോ. ഇവിടുന്ന് നമ്മളിപ്പോൾ നമ്മളെ കരക്കേക്ക് അടുകയാണ്. ഇനി നമ്മളെ യാത്ര ഇവിടെ ഈ വാട്ടർഫോൾസിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ദിനേശും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും വരികയാണ്. രാവിലെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു.
ഇതാ ഇത്രയും ആൾക്കാർ, ദ മ്യൂസിക്, ദ ഫാമിലി ഗെറ്റ് ടുഗദർ എല്ലാം നടക്കുന്നു. ഓക്കെ, ഇതൊരു ലോകം തന്നെയാണെന്ന് നമുക്ക് പറയാം.